ഇടയ്ക്കിടെ മുന്നണി മാറുന്നവരാണ് പൂഞ്ഞാറിലെ LDF NDA സ്ഥാനാർത്ഥികൾ എന്ന് പറയുന്നു UDFന്റെ സ്ഥാനാർത്ഥി സെബാസ്റ്റ്യൻ MJ. UDFന് ഇത്തവണ വലിയ വിജയമുണ്ടാകുമെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. പൂഞ്ഞാറിലും വാശിയേറിയ പോരാട്ടം തന്നെയാണ് നടക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് UDF സ്ഥാനാർത്ഥി സെബാസ്റ്റ്യൻ MJക്ക് ഒപ്പമാണ്. ഉച്ച സമയമാണ്. എങ്ങനെയുണ്ട് ആദ്യഘട്ടത്തിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തിയെന്ന് തോന്നുന്നല്ലേ? അവസാന ഘട്ടമല്ല, രണ്ടാം ഘട്ടം. മണ്ഡലത്തിൽ മൊത്തം UDFന് അനുകൂലമായ വലിയ തരംഗമാണ്. കാരണം അത് UDFന്റെ മാത്രം പ്രത്യേകത കൊണ്ടല്ല, കഴിഞ്ഞ 10 വർഷത്തെ LDFന്റെ ദുർഭരണം കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടിയതുകൊണ്ട് അതിലേക്ക് വന്ന് അടുക്കുന്നതാണ്, UDFിലേക്ക് വന്ന് അടുത്ത് ചേരുന്നതാണ്. വലിയ പ്രചരണമാണ് മറ്റ് രണ്ട് സ്ഥാനാർത്ഥികളും മുന്നോട്ട് വെക്കുന്നത്. അവരുടെ ഒരു പ്രചരണ രീതിയൊക്കെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? എന്താണ് യഥാർത്ഥത്തിൽ UDF ഇവിടെ സംസാരിക്കുന്നത്? രണ്ട് കാര്യങ്ങളാണ് ഏറ്റവും വലിയ കാര്യം. എന്നെ എതിർക്കുന്ന രണ്ട് സ്ഥാനാർത്ഥികൾ മുന്നണി മാറി കളിച്ചു വന്നവരാ. അവരെ സംബന്ധിച്ച് അവർക്ക് വ്യക്തിപരമായ താല്പര്യങ്ങളല്ലാതെ പൊതുസമൂഹത്തിൻ്റെ താല്പര്യം അവർക്കില്ല. എപ്പോഴും മുന്നണി മാറാൻ ശ്രമിച്ച ഒരു മുന്നണിയിൽ UDFിലേക്ക് വരാൻ ശ്രമിച്ച് ചാടി പോയ ഒരു സാഹചര്യം നിൽക്കുന്ന ഒരാളും, മറ്റേ അദ്ദേഹം പിന്നെ പ്രായത്തിൻ്റെ ആധിക്യം കൊണ്ടാന്ന് തോന്നുന്നു പലതും വിളിച്ചു പറഞ്ഞ് അവസാനം ഏതോ ഒരു മുന്നണിയിൽ പോയി കയറി വർത്തമാനം പറയുന്നയാൾ. അവരൊന്നും സമൂഹത്തിന് വേണ്ടി ഒരു പൊതു കാര്യത്തിനുള്ള ആശയപരമായുള്ള കാര്യമില്ല. ഏത് സംഭവങ്ങളും എന്ത് പ്രസ്ഥാനങ്ങളും ആശയ അധിഷ്ഠിതമാകണം. രണ്ട് സ്ഥാനാർത്ഥികൾക്ക് ഒരേ പേരാണ്. അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമില്ല. ഞാൻ എൻ്റെ ചെറുപ്പം തൊട്ട് മത്സരിച്ചിരിക്കുന്ന പേര് സെബാസ്റ്റ്യൻ. ഇവിടെ സ്ഥാനാർത്ഥിയുടെ പേരിനൊന്നും ഒരു പ്രാധാന്യം ഈ ഇലക്ഷൻ, ഞാൻ പറഞ്ഞല്ലോ, ഇരുപക്ഷത്തും മത്സരിക്കുന്ന മുന്നണികളുടെ ആശയങ്ങൾക്കാണ്. ആ ആശയങ്ങൾ വളരെ ദരിദ്രമാണ്. അല്ലെങ്കിൽ ഒരെണ്ണം കേരളത്തെ ദരിദ്രമാക്കിയ ആശയം, മറ്റേ ആശയം എന്ന് പറഞ്ഞാൽ സമൂഹത്തെ ഭിന്നിപ്പിക്കുന്ന ആശയം. ഈ രണ്ട് ആശയങ്ങൾ മത്സരിക്കുന്നത് കോൺഗ്രസ് എന്ന് പറയുന്ന ഈ പൊതുസമൂഹത്തെ ചേർത്ത് പിടിക്കുന്ന സാഹോദര്യത്തിൻ്റെ, സൗഹൃദത്തിൻ്റെ, വികസനത്തിൻ്റെ ആശയമുള്ള ഒരു പ്രസ്ഥാനമാണ് കോൺഗ്രസ്. വ്യക്തമായ നിലപാടാണ്. ആശയങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ്. പേരുകൾ സാമ്യമുണ്ടെങ്കിൽ അതൊന്നും ഒരു പ്രശ്നമല്ലെന്നാണ് UDF സ്ഥാനാർത്ഥി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അവസാന ഘട്ടത്തിലേക്ക്, വാഹന പ്രചരണത്തിലേക്ക് അദ്ദേഹം കടന്നിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.